ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല നല്ല പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിന് അഭിനന്ദനങ്ങൾ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സ്ത്രീകൾക്കായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന കുറേ പദ്ധതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായമാണ്. അതിലൊന്നാണ് ആർത്തവാവധി കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അത് 3 ദിവസം, ഏകദേശം 40, 50, 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഒരു ദിവസം ആബ്സെൻ്റ് ആകാൻ സാധ്യതയുണ്ട്? അവർക്ക് കോമ്പൻസേഷൻ ചെയ്തു കൊടുക്കാം, അല്ലെ അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാമെന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും മിസ്സാകുന്ന ക്ലാസ് വേറെ വേറെയല്ലേ. അപ്പോൾ അത് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ഏകദേശം ഒരു 30 വർഷക്കാലം ടീച്ചറായിട്ട് ജോലി ചെയ്തയാളാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് ഒരുപാട് എനിക്ക് അടുത്തിടപഴകാനുള്ള സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഈ പല കുട്ടികൾക്കും ഇത് വലിയ വിഷയമുള്ള കാര്യമല്ല. എന്നുവെച്ചാൽ അവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ആ സമയത്ത് ഉണ്ടാകാറില്ല അവർക്ക്. പക്ഷേ പ്രോബ്ലംസ് ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. ബോധം കെട്ട് താഴെ പോകുന്ന കുട്ടികളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഒരു അവധി കൊടുത്തു കഴിയുമ്പോൾ പ്രശ്നമുള്ള കുട്ടികളും പ്രശ്നമില്ലാത്ത കുട്ടികളും ഇതിനെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കും. അവരവിടെ ഇരിക്കും. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ഒരു കുട്ടികളെ അവധി കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പം നമുക്ക് എക്സാംസ് വരും കുട്ടികൾക്ക്. അപ്പോൾ ആ എക്സാംസൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് കൊടുക്കുമോ? പബ്ലിക് എക്സാമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നീട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിനുള്ള ഒരു സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് എന്തോരം ബുദ്ധിമുട്ടി. രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് കയറി വരുന്നത് 5 മണി 5:30 ആകുമ്പോഴായിരിക്കും. പക്ഷേ ആ സമയം വരെയും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ബസ്സും സൗകര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. രാവിലെ 7:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും വൈകിട്ടും തിരിച്ചു വരുന്നത്. ആ കാലത്തൊന്നും ഞങ്ങൾക്കിതൊരു പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്കിതിന് വേണ്ടി ഒന്നും ഞങ്ങൾ വാദിച്ചിട്ടില്ല. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളന്നങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇന്നലെ എന്താ വരാഞ്ഞ്, ഇതായിരുന്നു ടീച്ചറെ കാരണമെന്ന് പറയുമ്പോൾ ടീച്ചർമാർ നമ്മളെ വെട്ടുപോത്തിൻ്റെ കൂട്ട് നമ്മുടെ നേരെ ചാടി വരും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നിങ്ങൾ പെൺകുട്ടികളല്ലേ, നിങ്ങളിതൊക്കെ പഠിക്കേണ്ടതല്ലേ, നാളെ നിങ്ങളൊരു കുടുംബം നോക്കേണ്ടതല്ലേ, ഇതല്ലേ എന്ന് ചോദിച്ചു അവർ നമ്മുടെ നേരെ അങ്ങ് വരുവേ. അപ്പോൾ അന്നൊക്കെ നമുക്ക് ദേഷ്യം വരുമായിരുന്നേ. പക്ഷേ ഇപ്പോഴതൊക്കെ ചിന്തിക്കുമ്പോഴില്ലേ, അന്ന് അവരൊക്കെ നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഒന്നും ഫാമിലിയും ജോലിയും എല്ലാം ആയിട്ട് ഞങ്ങൾ ഓടി നടന്ന കാലത്തൊന്നും ഞങ്ങൾക്കിതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നീട് ഒരു കാര്യം, ഈ പേരൻസ് കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് അവർ ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ കുട്ടികൾ വീട്ടിലിരിക്കാൻ തുടങ്ങുമ്പം ആ പേരൻസിനത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു ദിവസമല്ലല്ലോ, 3 ദിവസമൊക്കെ കുട്ടികളെ അങ്ങനെ തനിച്ചാക്കിയിട്ട് പോകുക എന്ന് പറയുമ്പം അവർക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ പേരൻസ് ആണെങ്കിലും ഇപ്പം ശ്രദ്ധിക്കേണ്ടത് കാര്യം, പണ്ടൊക്കെ കുട്ടികൾ 8, 9, 10 ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് അവർക്ക് പീരിയഡ്സ് ആകുന്നത്. ഇപ്പോഴും 5, 6, 7 കുട്ടികൾക്ക് ആകുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെപ്പാടെ അവർ ഭയങ്കര വിഷമത്തിലായിരിക്കും. അപ്പോൾ 6, 6 ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഒന്ന് കരഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇങ്ങനെ ആയി ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അതൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ചെയ്താൽ റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുട്ടികളെ അങ്ങനെ വിടുമായിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഇപ്പം ആഴ്ച മുഴുവൻ സമയവും എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ പിന്നെ സ്കൂളിൽ പോകുന്ന ഒരു ടീച്ചർ ശനിയാഴ്ചയും കൂടെ സ്കൂളിലേക്ക് ചെല്ലണം ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനെന്ന് പറയുമ്പോൾ അത് ആ ടീച്ചർ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഈ അടുത്തിടെ കഴിഞ്ഞ മാസം സുപ്രീം കോടതിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, പിന്നെ സ്ത്രീകൾക്ക് ആർത്തവാവധി നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച്. അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇൻഫീരിയർ ആയിട്ട് പരിഗണിക്കപ്പെടും എന്നാണ് ഒരു സുപ്രീം കോടതി പറഞ്ഞത്. അത് നേരല്ലേ? ഒരു ഫേമിലൊക്കെ ജോലി ചെയ്യുമ്പം 100, 200 ഒക്കെ ആൾക്കാരുള്ളിടത്ത് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ലീവ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര പേരാണ് ലീവ് എടുക്കേണ്ടി വരുന്നത്? അവരുടെ വർക്ക് എങ്ങനെ തീർന്നു പോകും?
അപ്പം നമ്മൾ അങ്ങനെ ഇൻഫീരിയർ അതായിട്ടോ ബലഹീനരായിട്ടോ ഒന്നുമല്ല സ്ത്രീകൾ. അവർ സ്ട്രോങ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ സമയത്തൊക്കെ അവർക്ക് വേണ്ടത് ജസ്റ്റ് ഒരു സപ്പോർട്ടാണ്. അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് താങ്കളോട് വി.ഡി. സതീശൻ സാറ് ഇത്രയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉന്നമനം ചെയ്യാമെന്നൊക്കെ പറയുമ്പം ഈ KSRTCയിലെ ഫ്രീ യാത്രയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നും അവർക്ക് വേണ്ട. ഇപ്പം KSRTC ഫ്രീ യാത്ര കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്. ഗവൺമെൻറ് ജോലിയിലൊക്കെ അറിയാം, അവർക്ക് നല്ല ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു യാത്രയൊന്നും ആവശ്യമില്ല. പിന്നെ യാത്ര കൊടുക്കാം. ആർക്കാണ് ഇങ്ങനെ ഈ വളരെയധികം പ്രായം ചെന്ന ആൾക്കാർക്ക്, സീനിയറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് യാത്ര കൊടുക്കാം. പിന്നെ സ്കൂൾ കുട്ടികൾക്കും കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ബസ്, ഇപ്പം പേണാടോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ബസ്സുകൾ ഇങ്ങനെയുള്ള ഫ്രീ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, താങ്കൾ പറഞ്ഞല്ലോ കേരളത്തെ ഒരു പുതിയ ഒരു യുഗമാക്കി ഒരു ഇതാക്കി മാറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് മാറ്റേണ്ടത്? ആദ്യം നമ്മൾ മാറ്റേണ്ടത് അവിടെയുള്ള ഓരോ കുടുംബങ്ങളെയാണ് മാറ്റേണ്ടത്. എല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേൾക്കുന്ന പുരുഷന്മാർ ചിലപ്പം എന്നെ വെട്ടിക്കൊള്ളാൻ വരുമായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, മദ്യനിരോധനം അതാണ് ആവശ്യം. പല കുടുംബങ്ങളും നശിച്ചു പോകുന്നതിൻ്റെ കാര്യം ഈ മദ്യമാണ്. പല കുടുംബങ്ങളും അത് നിരോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ KSRTCയിൽ ഫ്രീ. ഇപ്പോൾ എനിക്കറിയാം ഇത് നമ്മുടെ വളരെയധികം റവന്യൂ കൊണ്ടുവരുന്ന ഒരു മേഖലയാണത്. അപ്പം അതൊന്നും നിർത്തലാക്കി ബാക്കിയെല്ലാം ആർക്കും ഒരു ഫ്രീ യാത്രയൊന്നും വേണ്ട സാറേ. ഈ മദ്യം ഒന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും, സ്ത്രീകൾ ഹാപ്പിയാകും, പിള്ളേർ ഹാപ്പിയാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു സമ്പന്ന സംസ്ഥാനമായി കേരളം മാറും. അതിന് ഒരു സംശയവുമില്ല. താങ്കൾ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും ഒരുപാട് നന്ദി. ഒരുപാട് താങ്കളുടെ ആ ഒരു സ്നേഹാനുഭൂതികൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ കാര്യം കൂടെ അത് പെട്ടെന്നൊന്നും നടത്താൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ഘട്ടമായിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും പറ്റുകയില്ല. എന്നുവെച്ചാൽ അതിന് അഡിക്റ്റായി പോയ ആൾക്കാരുണ്ട്. അവരെ വരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാറ് അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാറിന് ഞാനിനി മുഖ്യമന്ത്രി ആകുന്നില്ല, മടുത്തു എന്ന് പറയുന്നത് വരെ എല്ലാ സ്ത്രീകളും സാറിന് സപ്പോർട്ട് ചെയ്യും, സാറിന് വോട്ട് ചെയ്യും. സാറിന് ഇഷ്ടമുള്ള അത്രയും കാലം സാറിന് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.